ഉണ്ടെങ്കിൽ എന്നെ ഇതിൽ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. കാരണം കഴിഞ്ഞ ഒരു 3 മാസത്തോളം 4 മാസത്തോളം ഞാൻ കുറച്ച് ബിസി ആയത് കാരണം ഇതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുകയാണെങ്കിലും, മാറി നിൽക്കുകയല്ല, ഞാൻ കൂടെയുണ്ട്. പക്ഷേ സാഹചര്യം കൊണ്ട് രാവിലെ മോർണിംഗ് മീറ്റിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് എല്ലാ മോർണിംഗ് മീറ്റും ഒന്നും ഒഴിവാക്കാതെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായി ചികിത്സ മേഖലയിലാണ് ഞാനുള്ളത്. അപ്പൊ ചികിത്സാ മേഖല തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഒരു വ്യത്യസ്തമായ ആയുർവേദ മരുന്നുകൾ കൊടുക്കലും ഉണ്ടെങ്കിലും വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ വ്യത്യസ്തമായ രീതി പുലർത്തണം എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ മുമ്പ് DXN എന്ന് പറയുന്ന ആ കമ്പനിയിലൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് 3000-ന്റെയും 4000-ന്റെയും ബോട്ടിലുകൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു വിഷമാണ്. മറ്റൊന്ന്, വേറെ ഒരു കമ്പനിയിലും അതുപോലെ തന്നെ ചേരുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതും ഇതേ സ്ഥിതി തന്നെയാണ്. 3000 4000 ആളുകൾക്ക് വാങ്ങിയിട്ട് വേണം ഏതെങ്കിലും ഒരു പ്രതിരോധ ശേഷി എന്നും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ. ഇന്നത്തെ ചുറ്റുപാടിൽ സാധാരണ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാരണം വരുമ്പോഴേക്ക് ഇത്രയും കാശ് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ നിലവാരമൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ റിജക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ വാപ്പു തങ്ങൾ ഇത് പരിചയപ്പെടുത്തുകയും, എന്നാൽ പരിചയപ്പെടുത്തിയ ഉടനെ തന്നെ ഞാൻ ഇതിലേക്ക് വന്നിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കി, ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കി, ഈ ഇതെന്ത് ഉൽപ്പന്നങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കാം, ആർക്കൊക്കെ കൊടുക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരമോ മറ്റോ നമുക്ക് പറയുന്നതിന് മുമ്പ് തന്നെ സാധാരണ ഒരു ചുമയുമായി വരുന്ന ആളുകൾക്ക് നമുക്കൊരു കഫ്നിൽ കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കാൻ ഇനി കാശ് തന്നിട്ടില്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോലും കൊടുത്താലോ ഒന്നും വരാനില്ല. ഏതാളുകളിലേക്കും എത്തിക്കാൻ പറ്റുന്ന ചെറിയ കാശ് മുതൽ പിടിച്ച് നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നും ഇതൊക്കെ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ പ്രിയമുള്ളവർ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട് പറയുന്നത്, ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും ആശങ്ക പറയാറുണ്ട്, ഇതൊക്കെ നിലനിൽക്കുമോ, ഇതിനൊക്കെ എത്ര കണ്ട് വാല്യൂ ഉണ്ട് എന്ന്. അതൊക്കെ വാല്യൂ ഒക്കെ ഉണ്ട്, അതൊന്നും വിശദീകരിക്കേണ്ട ഒരു ക്ലാസ്സിലല്ല എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. പിന്നെ ഹമീദ് ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൂടാ. കാരണം ഇത് മറ്റുള്ള പഠിപ്പിക്കുകയല്ല, നമുക്ക് അറിയുന്നവ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, ഞാൻ മുമ്പ് ഈ ലിവഗെയിനും അതുപോലെ വെൽഹാർ ട്യൂബ് എന്ന് പറയുന്ന ഈ 2 പ്രൊഡക്റ്റ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഉമ്മർ ഉസ്താദ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ധാരാളം ആളുകൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി ഒറ്റ ക്ലാസ്സിൽ ഓരോ വിഷയം പറയുന്നതിന് പകരം ഇന്ന് 2 എണ്ണം ഉൾക്കൊള്ളിച്ച് ചെറിയ രൂപത്തിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം, അതിൻ്റെ പ്രധാന ധർമ്മം അത് 24 മണിക്കൂറും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഉണർവിലാണെങ്കിലും ഉറക്കിലാണെങ്കിലും നാം ഏത് വേളയിലാണെങ്കിലും 24 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നാം ഒക്കെ ഇന്ന് നിലനിൽക്കുന്നത്. അതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ രക്തം സർക്കുലേഷൻ ചെയ്യുക, പ്രവഹിപ്പിക്കുക, എത്തിക്കുക എന്നതാണ് പ്രധാനമായ ഒരു ധർമ്മം. അത് ഒരു ഇടതടവില്ലാതെ നാം നമ്മുടെ ഒരു തരത്തിലുള്ള ശ്രദ്ധയോ അല്ലെങ്കിൽ നമ്മുടെ സഹായമോ ഒന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇല്ലാതെ തന്നെ ഏതവസ്ഥയിലും ശരീരത്തിൽ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഹൃദയത്തെ നാം ഒന്ന് മനസ്സിലാക്കണം. അപ്പോഴേ ഹൃദയത്തിന് വരുന്ന പ്രതിസന്ധിയും ഹൃദയത്തിന് നിവാരണം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സാധിക്കുമെന്നും നാം അത് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും നമുക്ക് ബോധ്യമുണ്ടാവുകയുള്ളൂ. ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അത്രയും ധർമ്മം ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല, ഹൃദയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിലനിർത്താൻ നമുക്ക് അതിന് പ്രചോദനമാവുക. ഹൃദയത്തിൻ്റെ ഒരു തൂക്കം, ഒരു ശരാശരി ഹൃദയത്തിൻ്റെ തൂക്കം പുരുഷന്മാരിലാണെങ്കിൽ 280 ഗ്രാം മുതൽ
340 ഗ്രാം വരെ വരാം. സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 230 ഗ്രാം മുതൽ 280 ഗ്രാം വരെയും അതിന്റെ തൂക്കം വരാം. ഇവിടെ ആളുകളുടെ വലുപ്പത്തിനനുസരിച്ചും ആരോഗ്യ സ്ഥിതിക്കനുസരിച്ചും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. എങ്കിലും സാധാരണ നിലക്കുള്ള ഒരു തൂക്കം, അതിന്റെ ഭാരം, അതിന്റെ വെയിറ്റ് അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് 24 മണിക്കൂറും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു എൻജിൻ തകരാറിലായാൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിച്ചു നിർത്തുക എന്നത്, സംരക്ഷിച്ചു നിർത്തുക എന്നത് വലിയ ഒരു ബാധ്യതയാണ്. എങ്ങനെ ബാധ്യത? നമ്മുടെ കടമയാണ്. മാത്രമല്ല, ഇന്ന് നാം എങ്ങനെയാണ് നമ്മൾ സ്വയം ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. നാം ഇന്ന് പുറത്തേക്ക് വരുമ്പോൾ ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളും വൈറസുമുള്ള അന്തരീക്ഷത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ അതിനെയൊക്കെ അതിൻ്റെ പ്രതിരോധ ശേഷി കൊണ്ടാണ് നാം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ലക്ഷക്കണക്കിന് വൈറസും ബാക്ടീരിയയും ഉള്ള അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്തോ മറ്റോ തിരിച്ചെത്തുമ്പോൾ യാതൊരു തരത്തിലും പ്രയാസങ്ങളില്ലാതെ നമ്മുടെ എല്ലാ അവയവങ്ങളും അതുപോലെ നിൽക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന പ്രതിരോധ ശേഷി എന്ന ഒരു കഴിവ് കൊണ്ടാണ്. അതിന് തകരാറിലാകുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം എന്നല്ല എല്ലാ ഭാഗങ്ങളിലേക്കും അത് പ്രശ്നമാകും. അതുകൊണ്ട് സാധാരണ നിലക്ക് എന്ത് പ്രശ്നമാണ്, എന്തൊക്കെയാണ് ഹൃദയത്തിന് ബാധിക്കുന്ന കാരണങ്ങൾ, എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു ഹൃദയത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചെറിയ തോതിലും നോക്കാം. ഒന്നാമത്തത് സ്ട്രെസ്, നല്ല സമ്മർദ്ദം, മാനസികമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അത് ജീവിത ശൈലിയെ ബാധിക്കും. അതുപോലെ ലാക്ക് ഓഫ് എക്സർസൈസ്, നമ്മുടെ വ്യായാമത്തിന്റെ അഭാവം, വ്യായാമം വളരെ കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ്. ഇതൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകും. അതുപോലെ പാരമ്പര്യമായിട്ട് പ്രയാസങ്ങളുടെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതും പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ഡയറ്റുകൾ, നമ്മുടെ ഭക്ഷണ രീതികൾ എന്ന് വേണ്ട, ഇതൊക്കെ പ്രതിരോധ ശേഷികളെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ഈ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ശരീരത്തിന് പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു, ഹൃദയത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഹൃദയത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ്, ഹൃദയത്തിന് പ്രധാനമായി ഹൃദയത്തെ 5 കാര്യങ്ങൾ സംരക്ഷിച്ച് നമ്മൾ 5 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വേണ്ടതുപോലെ ഉണ്ടെങ്കിൽ തന്നെയാണ് ആരോഗ്യം നിലനിൽക്കുക ഹൃദയത്തിന്. ഒന്നാമത്തത് നല്ല സ്ട്രോങ് മസിൽ, ഹൃദയത്തിന്റെ മസിലുകൾ നല്ല ശക്തമായിരിക്കുക എന്നതാണ്. ഹൃദയത്തിന്റെ മസിലുകൾ ശക്തമായിരിക്കുക, അത് ഓരോന്നും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു 5 കാര്യങ്ങൾ നോക്കുക. ഒന്ന് സ്ട്രോങ് മസിൽ, രണ്ടാമത്തെ രക്തക്കുഴലുകളിൽ തടസ്സമില്ലാതിരിക്കുക എന്നാണ്. അപ്പോൾ ആദ്യം മസിലുകൾ ക്ഷീണിക്കും, രണ്ടാമത്തെ കുഴലുകളിൽ തടസ്സമില്ലാതിരിക്കും, അത് ഇല്ലാതിരിക്കലാണ് നമുക്ക് വേണ്ടത്. പിന്നെയോ നല്ല സ്ട്രോങ് മസിൽ ഉള്ളതുപോലെ തന്നെ നല്ല പേശികൾ സ്ട്രോങ് ആയതുപോലെ മൂന്നാമത്താണ് സ്ട്രോങ് ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ ശക്തമായ രക്തക്കുഴൽ, നമ്മുടെ ആ രക്തക്കുഴലുകളൊക്കെ നല്ല ശക്തമായിരിക്കണം. നാലാമത്തത് പ്രോപ്പർ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, നമ്മുടെ ബ്ലഡിന്റെ രക്തചംക്രമണം, രക്തം നന്നായി ഒഴുകാൻ കഴിയണം. ശരീരത്തിൽ തടസ്സങ്ങളില്ലാതെ രക്തം നന്നായി ഒഴുകാൻ കഴിയുക എന്നതാണ്. മറ്റൊന്ന് നോ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ, തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കുക. നീർക്കെട്ട് വരും, അതിലൊക്കെ സംഭവിക്കും. ഇങ്ങനെ പ്രധാനമായി 5 കാരണങ്ങൾ കൊണ്ട് ഹൃദയത്തിന് അനാരോഗ്യം സംഭവിച്ചേക്കാം. അതിലാദ്യമായി നാം പറഞ്ഞത് നല്ല സ്ട്രോങ് മസിൽസ് വേണമെന്ന, ആരോഗ്യമുള്ള മസിൽ വേണമെന്ന. അതെന്താണ്? ഹൃദയത്തിന്റെ ആരോഗ്യ മസിലാണ്. അത് ഇവിടെ നാം ഹാർട്ടായി പറയുമ്പോൾ ഹൃദയത്തിന് നല്ല മസിലുകൾ ഉണ്ടാവണം. അതിനെന്താ വേണ്ടത്? മതിയായ രക്തവിതരണം ഉണ്ടാവുക, വിതരണം അഥവാ സർക്കുലേഷൻ നന്നായി നടക്കുക. അതുപോലെ രക്തക്കുഴലിൽ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കുക. അതുപോലെ നമ്മുടെ മസിൽ ടോൺ ശക്തിപ്പെടുത്താനുള്ള കാർഡിയോടോണിക് പ്രവർത്തനം, നമ്മുടെ മസിൽ ടോൺ ഉണ്ടല്ലോ, നമ്മുടെ ഒരു
എന്നുള്ള ആ ഒരു ശബ്ദം, ആ ശബ്ദത്തോടുകൂടി ആ മസിൽ ടോൺ ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ ആ രക്തക്കുഴലുകളിൽ തന്നെ യാതൊരു തടസ്സങ്ങളും ഇല്ലാതിരിക്കണം. ഇങ്ങനെ എല്ലാ നിരക്കും രക്തക്കുഴലുകളും മസിലുകളൊക്കെ നന്നായി ഒഴുകുമ്പോൾ മാത്രമാണ് നന്നായിട്ട് അതിന് ഒരു ശക്തി വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഹൃദയത്തിന്റെ പേശികളിൽ മാത്രമല്ല രക്തക്കുഴലുകളിലും വെസൽസിലും നമുക്ക് നല്ല ഇത് വേണം. അത് എങ്ങനെയാണ്? കൊഴുപ്പ് രൂപപ്പെട്ടു പോകും. നമ്മുടെ ശരീരത്തിൽ പൊതുവെ ഭക്ഷണ പദാർത്ഥത്തിന്റെ ചില സാന്നിധ്യം കൊണ്ട് കൊഴുപ്പ് രൂപപ്പെട്ടു പോകും. അതില്ലാതെ സംരക്ഷിക്കണം. കൊളസ്ട്രോൾ കുറക്കുക എന്ന്, കൊളസ്ട്രോൾ കുറക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെയോ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ സ്വഭാവം കാരണം പൊതുവെ ഇന്ത്യക്കാരുടെ രക്തക്കുഴലൊക്കെ ചെറുതാണെന്നാണ് പറയുന്നത്. മറ്റുള്ള രാഷ്ട്രങ്ങളിലുള്ള ഇതെല്ലാം നമ്മുടെ ഒരു സ്ഥിതി വെച്ച് വളരെ കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് വലിയ ഹാനികരണം വരുന്നത് നമുക്കാണ് കൂടുതൽ. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചാൽ ഹൃദയത്തിന് ഏറ്റവും തകരാറുള്ളത് നമുക്കാണ്, നമ്മുടെ ആളുകൾക്കാണ്. കാരണം നമ്മുടെ ശാരീരിക അന്തരീക്ഷവും അതുപോലെ തന്നെയാണ് നമ്മുടെ ഭക്ഷണ രീതിയും എല്ലാം കൂടി ഈ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് ഇന്ത്യക്കാരായ നമുക്കാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. അതുപോലെ തന്നെയാണ് രക്തക്കുഴലുകള്, അതുപോലെ നമ്മുടെ ഈ രക്തഭിത്തികളുടെ അതിൻ്റെ എന്താ പറയാ ഒരു എലാസ്റ്റികത, ഒരു പ്രോപ്പറായിട്ട് രക്തം ഒഴുകാനുള്ള ഒരു അവസ്ഥ, ഇതൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് അതൊക്കെ ആ കുഴലുകൾക്ക് ഉള്ള കാഠിന്യങ്ങൾ, അതിൻ്റെ ശക്തമായ ഒരു തടസ്സങ്ങളൊക്കെ നാം മാറ്റിയെടുക്കണം. അതിൻ്റെ ചില മാറ്റങ്ങൾ എങ്ങനെയാണ് നമുക്ക് അത് അനുഭവപ്പെടുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൽ എത്ര കണ്ട് അത് പ്രോപ്പറായിട്ട് ആ രക്തക്കുഴലിൽ നടക്കുന്നു എന്ന് നമുക്ക് അറിയണം. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അബദ്ധങ്ങളും അപാകതകളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അങ്ങനെയുള്ള ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നു എന്നതാണ് പഠനം പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് രക്തചംക്രമണത്തിന് അഥവാ ബ്ലഡ് സർക്കുലേഷന് പ്രോപ്പറായി നടക്കുന്നത് കുറെ രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴലുകളിലൊക്കെ കൊഴുപ്പ് വന്നും തടസ്സം വന്നും നീർക്കെട്ട് വന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു അപാകതകളിലേക്ക് എത്തുന്നത്. അതിന് കണ്ട് കാര്യമായിട്ട് ചില രക്തക്കുഴലുകളുണ്ട്, അതിനൊക്കെ നീർക്കെട്ട് വന്നു പോവുകയാണ് എന്നാണ് പഠനം മനസ്സിലാക്കുന്നത്. അത് ഏതുപോലെ അതിന് ഇൻഫ്ലമേഷൻ ഓഫ് ഇന്നർ ലൈനിങ് ഓഫ് ഹാർട്ട്സ് എന്ന് പറഞ്ഞാൽ എൻഡോ കാർഡിറ്റീസ്, അതുപോലെ മയോകാർഡിറ്റീസ്, പെരികാർഡിറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്താണത്? ഹൃദയത്തിന്റെ പേശികളിൽ വീക്കം വരിക, അതുപോലെ തന്നെ ഹൃദയത്തിന് ചുറ്റുമുള്ള ആ ടിഷ്യൂകൾക്ക്, ആ കോശങ്ങൾക്ക് വീക്കം വരിക, അതുപോലെ അറകളുടെ പാളികൾക്കൊക്കെ വീക്കം വരിക. ഇങ്ങനെ വന്നുകൊണ്ട് ഇതിന് പ്രധാനമായ ഈ കുഴലുകൾക്കൊക്കെ പ്രയാസങ്ങൾ, നീർക്കെട്ടുകൾ വന്നുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന് പ്രവർത്തിക്കാൻ നല്ല സപ്പോർട്ട് ഇതുകൊണ്ട് വേണം. ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ഹൃദയത്തിന് സംഭവിച്ചു പോകുന്നത്. ഇങ്ങനെയുണ്ടെങ്കിൽ, ഇതൊന്നും കുറച്ചു മുമ്പ് ഇതിലേറെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമുക്ക് ഹൃദയത്തിന്റെ പ്രശ്നങ്ങളുണ്ടോ? അവിടെയാണ് നമ്മുടെ കാര്യം നടക്കുന്നത്. ഇതൊക്കെ ഒരു ചുരുക്കിയ രൂപത്തിൽ പറഞ്ഞു പോവാണ്, എന്തൊക്കെ തടസ്സങ്ങളാണ് സാധാരണ വരിക എന്നുള്ളത്. നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ഹൃദയം സുരക്ഷിതമാണോ? എനിക്ക് എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടോ, വരാൻ സാധ്യതയുണ്ടോ? ആ ഹൃദയത്തിന് പ്രതിരോധ ശേഷിയൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ? ബ്ലഡിന്റെ സർക്കുലേഷൻ നന്നായി നടത്താൻ എൻ്റെ ഹൃദയം പര്യാപ്തമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സ്വയം ചില പരിശോധനകൾ. എന്താണ്? ഒന്നാമത്തത്, ശ്വാസം മുട്ടുന്നുണ്ടോ, ശ്വാസതടസ്സം സംഭവിക്കുന്നുണ്ടോ? അപ്പൊ നാം സ്വയം ആരോഗ്യമുണ്ടോ എന്ന്, ഹൃദയം നമ്മുടെ ആരോഗ്യകരമാണോ എന്ന് പരിശോധിക്കുന്നതിന് പ്രധാനമായിട്ട് ഒന്ന് നോക്കൽ ഒന്നാമത്തെ കാര്യമാണ് ശ്വാസം മുട്ടൽ സംഭവിക്കുന്നുണ്ടോ. രണ്ടാമത്തത് നെഞ്ച് വേദന, ഏത് സമയത്തും നെഞ്ചിന് വല്ലാത്ത വേദന സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മറ്റൊന്ന്, നമുക്ക് ഒരു
ഓക്കാനം, ഛർദി എന്നൊക്കെ പറയും. ഇടക്കിടക്ക് ഇങ്ങനെ ഛർദിക്കാൻ വരുന്നത് പോലെ, ഓക്കാനിക്കാൻ വരുന്നത് പോലെയൊക്കെ വരുന്നുണ്ടോ? അതുപോലെ വല്ലാത്ത തരത്തിലുള്ള ഉത്കണ്ഠ, അതുപോലെ വിയർക്കുക, തലകറക്കം, ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഹൃദയ സംബന്ധമായി എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ വരുമ്പോൾ ഈ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ്. നമുക്കൊരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ചില ഔഷധങ്ങളുണ്ട്, ഹെർബലുണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കുക. അതിന് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരമാണ് നമ്മുടെ വെൽ ഹാർട്ട് എന്ന ഒരു ഉൽപ്പന്നം. വെൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചേക്കാം. പുതിയ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹാർട്ട് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് HART. എന്താണ് ഹാർട്ട്? അവിടെ വെൽ ഹാർട്ടാണ്, അല്ലാതെ ഹൃദയം എന്നുള്ള HEART അല്ല. സ്പെല്ലിങ് തെറ്റിയതും അല്ല. ഹാർട്ട് എന്ന് അവിടെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞ അർത്ഥം മാന്, പെൺമാനല്ല, ആൺമാൻ. എന്താണ് മാനിന്റെ പ്രത്യേകത? മാന് ഏത് സമയവും സദാ കുതിക്കാൻ, ഓടാൻ നല്ല ഊർജ്ജസ്വലതയുള്ള ഒരു മൃഗമാണ്. ഈ മാനിനെ പോലെ ഏത് സമയവും 24 മണിക്കൂറും നന്നായി ആരോഗ്യത്തോടു കൂടി ഓടാനും ചാടാനും പ്രവർത്തിക്കാനും സന്നദ്ധമാവുക എന്നതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ എല്ലാ നിലക്കും അത് സംരക്ഷിക്കുന്നു. അതിലുള്ള ചില ഉൽപ്പന്നങ്ങൾ, ഹെർബ്, ഔഷധ വീര്യമുള്ള ഔഷധ ചെടികൾ എന്താണ്? നീർമരുത്, പുഷ്കരമൂലം, ശതാവരി, ചിറ്റാമൃത്, അതുപോലെ ഉണക്കമുന്തിരി, ഉലുവ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അതിൽ ചേർന്നിട്ടുള്ളത്. ഈ പ്രധാനമായി ചേർന്ന ഈ ഔഷധങ്ങളെ സംബന്ധിച്ച് ചെറിയ തോതിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സംഭവിക്കുന്ന ചില വിഷയങ്ങളൊക്കെ നീക്കാനും സുസ്ഥിരമായി ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും ഒക്കെ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ നീർമരുത്. അതിന് നമ്മള് ഹൃദയത്തിനുള്ള കൊഴുപ്പ്, ഹൃദയത്തിന്റെ മിടിപ്പുകൾ, ഹൃദയത്തിന്റെ ആ ഒരു ബീറ്റ് അത് ക്രമീകരിക്കാനും മാത്രമല്ല പ്രമേഹത്തെ നിയന്ത്രിക്കാനും പറ്റും. അപ്പോൾ പ്രമേഹ രോഗികൾ, ഷുഗറുള്ള ആളുകൾക്ക് പോലും ഈ വെൽ ഹാർട്ട് എന്ന ഉൽപ്പന്നം വളരെ ഉപകാരപ്പെടുന്നു. അവർക്കും കഴിക്കാവുന്നതാണ്. പ്രമേഹം നിയന്ത്രിക്കാൻ വല്ലാതെ സഹായിക്കും. കാരണം അതിൽ നീർമരുത് എന്ന ഹെർബൽ അതിൽ ചേർന്നിട്ടുണ്ട് എന്ന്. പിന്നെ പുഷ്കരമൂലം, അതൊരു മുല്ല പോലത്തെയാണ്. അത് പലതരത്തിലുള്ള മുല്ലകളുള്ള പോലെ ആ ഒരു അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ, ഹൃദയത്തിന് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഔഷധമാണ്. ഔഷധ വീര്യമുള്ള ഒരു ഹെർബലാണ്. രണ്ടാമത്തെ ശതാവരി. ശതാവരി ഏതായാലും നമുക്ക് ഒരുപാട് ആളുകൾക്കൊക്കെ ശതാവരിയെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശതാവരി പൊതുവെ ശതാവരിയുടെ അത് രക്തസമ്മർദ്ദം എന്ത് ചെയ്യുക, കുറക്കാൻ, നമ്മുടെ BP കുറക്കാൻ പറ്റും. അപ്പൊ പ്രഷറിന്റെ ആളുകൾക്ക് പോലും ഇത് ഈ വെൽ ഹാർട്ട് ഉപയോഗിക്കാം. അപ്പൊ ഷുഗർ ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും അവർക്ക് പോലും ഗുണകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പൊതുവെ ഷുഗർ നിയന്ത്രിക്കാനും അതുപോലെ നമ്മുടെ ചീത്ത കൊളസ്ട്രോളുകളൊക്കെ, മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ കൊളസ്ട്രോൾ കുറക്കുക എന്നതാണ് വെൽ ഹാർട്ടിന്റെ ധർമ്മം തന്നെ. വെൽ ഹാർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള ധർമ്മം കൊളസ്ട്രോൾ കുറക്കുക എന്നതാണ്. ഈ കൊളസ്ട്രോളിന്റെ അളവുകളൊക്കെ ഉണ്ട്. ആ അളവ് കൂടിയാൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക എന്നതാണ് വെൽ ഹാർട്ടിന്റെ പ്രധാനമായ ധർമ്മമെങ്കിലും പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ഈ ശതാവരി ഉള്ളതോടുകൂടി, പുഷ്കരമൂലമുള്ളതുകൂടെ, നീർമരുതുള്ളതോടുകൂടി നടക്കും. പിന്നെ ചിറ്റാമൃത്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. ഇതുള്ള ആളുകൾ യൂട്യൂബിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് കണ്ടെത്തണം. ചിറ്റാമൃത് എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്ന ഒന്നാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ. രോഗപ്രതിരോധ ശേഷിയാണ് നമ്മെ ഇന്ന് പിടിച്ചു നിർത്തുന്നത്. അല്ലാതെ ഒരു കാരണവശാലും രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ മരുന്ന് കഴിച്ചിട്ടോ മറ്റെന്തെങ്കിലും ചികിത്സ നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല. അപ്പൊ നാം കഴിക്കുന്ന ഭക്ഷണമാണ് രോഗപ്രതിരോധ ശേഷി. അതിലേറ്റവും സൂപ്പർ ഫുഡുകളാണ് നമ്മുടെ ഉൽപ്പന്നം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ചിറ്റാമൃത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു. അതോടുകൂടി തന്നെ രക്തശുദ്ധീകരണം,
രക്തശുദ്ധീകരണം നടക്കുന്നു, നമ്മുടെ ക്ലീനായി രക്തത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പുറന്തള്ളി രക്തം ക്ലിയർ ആക്കുന്നു. ഇതാണ് ചിറ്റാമൃതിന്റെ ഒരു ഏറ്റവും പ്രധാനമായ ഘടകം. അതുപോലെ ഉണക്കമുന്തിരി അതിലുണ്ട്. ഉണക്കമുന്തിരി എന്ന ഹൃദയത്തിന്റെ ആ ഒരു മിടിപ്പ്, ഹൃദയത്തിന്റെ ബീറ്റ് അത് വളരെയധികം നിയന്ത്രിക്കുന്നു. കാരണം അത് അമിതമായി ഒരു സെക്കൻഡിൽ ഇത്ര അടിക്കുക, ഒരു മിനിറ്റിൽ ഇത്ര അടിക്കുക എന്നൊക്കെ ഉണ്ട്. ഒരു മിനിറ്റിൽ ഏകദേശം ആരോഗ്യമുള്ള ഒരാൾ 60 മുതൽ 80 വരെയൊക്കെ അടിക്കുമ്പോൾ ഒരു ദിവസം തന്നെ 84,000 മുതൽ 1,00,000-ലധികം പ്രാവശ്യം ഒരു ദിവസം നമ്മുടെ ഹൃദയം ഇങ്ങനെ സദാസമയം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒന്ന് നിയന്ത്രിച്ചു നിർത്താനും ഒരു നിയന്ത്രണത്തിലേക്ക് വരാൻ നമ്മുടെ ഉണക്കമുന്തിരി എന്ന് പറയുന്ന അമൂല്യമായ വസ്തു അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതിൽ ചേരുന്ന ഒന്നാണ് ഉലുവ. ഈ ഉലുവ എന്നത് തന്നെ ഒരു ദിവസം മാത്രം പഠിക്കാൻ മാത്രമുള്ള വിഷയങ്ങൾ ഉലുവയിലുണ്ട്. അത് ഒരുപാട് കാര്യങ്ങൾക്ക് പറ്റും. ഒന്നാമത്തത് മൂത്രാശയ രോഗങ്ങൾക്ക് ഉലുവ വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മുടെ വെൽഹാർട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വെറും ഒരു ഹാർട്ടിന്റെ വിഷയം മാത്രമാണോ? മൂത്രാശയ രോഗം തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് ഉലുവ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ മെയിൻ വെൽഹാർട്ട് എന്ന് പറഞ്ഞത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനാണെന്ന് നേരത്തെ പറഞ്ഞു. അത് കൊഴുപ്പിനെ അലിയിച്ചു കളയുകയും അമിതവണ്ണം നിയന്ത്രിക്കുകയും. ചില ആളുകൾ ഉണ്ടാവും അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അമിതവണ്ണം നിയന്ത്രിക്കാനും ഉലുവ ഏറ്റവും നല്ല ഘടകമാണ്. അതിന്റെ ഉലുവയുടെ ഏറ്റവും സത്തയാണ് നമ്മുടെ ഈ ഉൽപ്പന്നത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുതന്നെ മാത്രമല്ല, ഷുഗർ നിയന്ത്രിക്കാനും ഉലുവ പര്യാപ്തമാണ്. അത് വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലൊക്കെ ഉള്ള വിഷങ്ങളെ പുറത്തു തള്ളാനും ഉലുവ സഹായകമാണ്. അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വെൽഹാർട്ട് എന്ന ഒരൊറ്റ സാധനം എന്തെല്ലാം കാര്യങ്ങളാണ് ഒന്നിച്ച് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. പ്രമേഹം നിയന്ത്രിക്കുന്നു, അതുപോലെ നമ്മുടെ കൊഴുപ്പിനെ അഥവാ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണുന്നു, അമിതവണ്ണം കുറക്കുന്നു, അതേപോലെ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിയന്ത്രിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് വെൽഹാർട്ടിന് സത്യത്തിൽ നമ്മളെല്ലാവരും കൊഴുപ്പിനെ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറക്കാനും എന്ന് നമ്മൾ പറഞ്ഞാലും അതിന് സപ്പോർട്ടായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുകയും അതോടുകൂടി തന്നെ ഇതൊന്നും ഹൃദയ സംബന്ധമായ വലിയ രോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകളല്ല എന്ന് നാം തിരിച്ചറിയുകയും വേണം. പ്രത്യേകിച്ച് നാം തിരിച്ചറിയേണ്ടതും, ചില ആളുകൾ അബദ്ധത്തിലെങ്കിലും ഹൃദയത്തിനൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ ഫേസ് മേക്കർ വെച്ച് പിടിപ്പിക്കപ്പെട്ട വലിയ രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് എന്നതല്ല. പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് വലിയ വിഷമത്തിലെത്തിയ രോഗികളെ തേടിപ്പോവേണ്ടതല്ല. ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യം നിലനിർത്താനും രോഗങ്ങളിലേക്ക് എത്തിപ്പെടാതെ രോഗങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് രോഗിയാവാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും ഉതകുന്ന മരുന്നിന്റെ ഫലം ചെയ്യുന്ന ഔഷധവീര്യമുള്ള അതിസമ്പന്ന പുഷ്ടിയുള്ള നല്ല ഒരു തരത്തിലുള്ള സൂപ്പർ ഫുഡാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും. ഏതുപോലെ പല ക്ലാസ്സുകളിലും പറയുന്നത് പോലെ സാധാരണ നാം ചുക്ക് കാപ്പി മരുന്നാണെന്ന് പറയാറില്ല, എന്നാൽ ഏറ്റവും നല്ല മരുന്നാണ് ചുക്ക് കാപ്പി എന്ന് ഒരു പനിയുള്ള ആളുകൾ അനുഭവിച്ചവരുണ്ടാവും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സൂപ്പർ ഫുഡാണ്, ഉൽപ്പന്നമാണ്. അതല്ലാതെ പക്ക മരുന്നല്ല, മരുന്ന് കച്ചവടമല്ല നമ്മുടെ കയ്യിലുള്ളത്. എല്ലാവർക്കും എല്ലാ സമയത്തും ഉപകരിക്കാൻ പറ്റുന്നതാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇതും അതും, അതേപോലെ ചില 5-6 ഉൽപ്പന്നങ്ങൾ ഒന്നിച്ചു കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. ചിലത് ചില സമയത്ത് പറ്റുന്നില്ല എങ്കിലും ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ളത് പലതും ഒന്നിച്ചു കഴിച്ചാൽ ഏറ്റവും ഗുണം എന്നല്ലാതെ യാതൊരു തകരാറുകളും ഇല്ല. ഏതുപോലെ പലതരം കൂട്ടാനുകൾ എടുത്തുകൊണ്ട് കിച്ചടിയും പച്ചടിയും എല്ലാതും കൂട്ടി സദ്യ കഴിക്കുന്നത് പോലെ എല്ലാതും കൂട്ടി കഴിക്കുന്ന ഒരു പ്രതീതി മാത്രമാണ്, യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ മരുന്ന് കഴിക്കുന്ന ആളുകൾ, സ്ഥിരമായി രോഗികളുള്ള വലിയ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒക്കെ നാം അതിനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം വെൽഹാർട്ടിനെ കുറിച്ച് ഈ ഹ്രസ്വമായ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അതോടുകൂടി മറ്റൊരു പ്രൊഡക്റ്റ് ലിവർ എന്ന് പറയുന്ന ലിവറുമായി ബന്ധപ്പെട്ടതൊന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയം ചുരുക്കാം. ലിവർ അത് നമുക്കൊക്കെ അറിയാം, അത് നമ്മുടെ ശരീരത്തിന്റെ
വളരെ ഉള്ളിലുള്ള നേരത്തെ ഹൃദയം പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലിവർ അഥവാ കരള് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ, ഏകദേശം 1.5 കിലോത്തോളം തൂക്കം വരുന്ന ഉള്ളിലുള്ള ഏറ്റവും വലിയ ഒരു അവയവമാണ് ലിവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയൊരു അവയവം ഉള്ളിലുള്ളത് ലിവറാണ്. ലിവറിന്റെ പ്രവർത്തനം ചെറുതൊന്നുമല്ല. ഏകദേശം 500ഓളം പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു എന്നാണ് പഠനം പറയുന്നത്. 500ഓളം പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിവർ. നമ്മുടെ ശരീരത്തിന്റെ ഒരു മെയിൻ ഗേറ്റ് ആണ് നമ്മുടെ നാം കഴിക്കുന്ന ഭക്ഷണം. നമ്മളൊന്ന് ആലോചിക്കുക, ഒരു നിമിഷം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മൂല്യം എത്രയാണെന്ന് നമ്മൾ വിലയിരുത്തിയാൽ അതിന് എന്ത് വില കൊടുത്തും ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങും. കാരണം നാം കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ ഒരു പുറത്തേക്ക് വെക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു കാറ്റത്തോ വെയിലത്തോ ഒക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞാൽ പോലും അത് ദഹിക്കുകയോ അല്ലെങ്കിൽ അത് മറ്റൊരു രൂപത്തിലേക്കൊന്നും മാറുന്നില്ല. എന്നാൽ നാം കഴിക്കുന്ന ഭക്ഷണം ഏത് തര ഭക്ഷണമാണെങ്കിലും, മത്സ്യവും മാംസവും പച്ചക്കറിയും ലായനിയുടെ രൂപത്തിലും ഏതുള്ളതാണെങ്കിലും അതിൻ്റെ പോഷകങ്ങളെ വലിച്ചെടുത്ത് ആവശ്യമുള്ളതിനെ വലിച്ചെടുത്ത് അത് നമ്മുടെ പ്രോട്ടീനുകളും കൊഴുപ്പുകളും ഒക്കെ ആക്കി നല്ലതാക്കി മാറ്റി രക്തത്തിൽ അത് വരികയും നമുക്ക് ആവശ്യമില്ലാത്തത് കഫമായും മൂത്രമായും മലമായും ഒക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയും ചെയ്യുന്ന അതിമഹത്തമായ വലിയൊരു പ്രോസസ് നമ്മളെ ശരീരത്തിൽ നടക്കുന്നത്. അതിന് നമ്മൾ സാധാരണ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെ മനസ്സിലാക്കുമ്പോൾ മെറ്റബോളിസം എന്ന് പറയാറുണ്ട്. എന്താണ് ഈ മെറ്റബോളിസം? ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അത് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ദഹനവും ആ ദഹനം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിന്റെ നല്ല അംശം ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് ഊർജത്തിന് വേണ്ടി കൊടുക്കുകയും അതല്ലാത്തവ മുഴുവനും വലിച്ചെടുത്ത് മലമായും വിയർപ്പായും കഫമായും പുറന്തള്ളുന്ന വലിയ ഒരു പ്രോസസ്സിനെയാണ് ചുരുക്കത്തിൽ മെറ്റബോളിസം എന്ന് പറയുന്നത്. അഥവാ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ദഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ എത്രമാത്രം ശുദ്ധീകരിച്ചുകൊണ്ടാണ് അത് നിർത്തുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ലിവറിനെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? തീർച്ചയായിട്ടും ബാധ്യതയാണ്. നമ്മുടെ അവയവങ്ങളിലുള്ള രാജാവ് എന്നാണ് അതിന് പറയാ. ലിവറിനെ സംബന്ധിച്ച് ദി കിങ് ഓഫ് ഓർഗൻസ് ആണ്, നമ്മുടെ അവയവങ്ങളിലുള്ള രാജാവ് എന്നാണ്. അതിന് വല്ലതും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ അത് നമുക്ക് വലിയ ക്ഷീണം ചെയ്യും. അതുകൊണ്ട് ആ ലിവർ പ്രധാനപ്പെട്ട ഒരു അവയവമായി നാം കണക്കാക്കുന്നതോടുകൂടി തന്നെ അതിന്റെ പ്രവർത്തനം നമുക്ക് നിർത്തിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് ഭക്ഷണത്തെ വിഘടിപ്പിക്കുക എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന ധർമ്മം. ഭക്ഷണം വിഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അഥവാ ആ ഭക്ഷണ പദാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഊർജങ്ങൾ വലിച്ചെടുക്കുകയും ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുകയും ചെയ്ത് വലിയ ഒരു പ്രോസസ് ശരീരത്തിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ നടത്തുക എന്നതാണ് ലിവറിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഇതിന് കൊഴുപ്പിനെ വിഘടിപ്പിച്ച് നല്ല വേണ്ടുന്ന എൻസൈമുകളൊക്കെ കൊടുക്കുന്നതും ഈ ലിവറാണ്. ഇതിനെയാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിനെ തകരാറുകളിലാക്കുന്ന അതുപോലെ മദ്യം, സിഗരറ്റ് ഇങ്ങനെയുള്ളവയ്ക്ക് നമ്മൾ ഇത് ചെയ്യണം, നിയന്ത്രിക്കുകയും വേണം. അതല്ലാതെ ഈ ലിവർ സംരക്ഷിക്കപ്പെടണം എന്നും പറഞ്ഞ് നമ്മുടെ ലിവറിനെ സംരക്ഷിക്കുന്നതോടുകൂടി ലിവറിന് തകരാറ് സംഭവിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അത് എന്താണ്? ഏറ്റവും അതിന് തകരാറിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ലിവറിന് നേരത്തെ ഹൃദയത്തിന് കോട്ടം പറ്റുന്ന ചില കാര്യങ്ങളുള്ളതുപോലെ ലിവറിന് പ്രശ്നമുണ്ടാക്കുന്ന ചില കാര്യം എന്താണ്? ഒന്നാമത്തതായി ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ്. ഈ ഫാസ്റ്റ് ഫുഡുകളിൽ അമിതമായ അല്ലെങ്കിൽ വിഷലിപ്തമായ എണ്ണകളും അതുപോലെ കളറുകളൊക്കെ ചേർത്തത് കൊണ്ട് അതിന് ആ ഫാസ്റ്റ് ഫുഡ് കാരണം നമ്മുടെ ലിവറിന് വല്ലാതെ തകരാറ് വരും. അതുകൊണ്ട് ലിവറിന് തകരാറുണ്ടാക്കുന്ന മെയിൻ ഘടകങ്ങളിൽ ഒന്നാമത്തത് ഫാസ്റ്റ് ഫുഡ്. രണ്ടാമത്തതാണ് നമ്മുടെ മലിനമായ ജലം എന്ന് പറയുന്നത്, വെള്ളം ശുദ്ധീകരിച്ച വെള്ളമല്ലാത്തത് മലിനമായ ജലം കുടിക്കുക എന്നത് ലിവറിന് തകരാറുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെയും ലിവറിന് അധികം നേരത്തെ പറഞ്ഞ സ്ട്രെസ്,
മാനസിക സമ്മർദ്ദം. ഇവിടെ മാനസികമായ സമ്മർദ്ദം, സ്ട്രെസ് വരിക എന്നത് നമ്മുടെ ഹൃദയത്തിന്, ലിവറിന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിന് എല്ലാം ബാധിക്കുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മാനസിക പ്രയാസങ്ങളുള്ള ആളുകൾ ഇല്ലാത്തവർ ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. സാമ്പത്തികമായി പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് തുടങ്ങിയിട്ട് സമ്മർദ്ദം, ഒരു സ്ട്രെസ് ഇല്ലാത്ത ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. എത്ര സാമ്പത്തിക ശേഷിയും സൗകര്യമുണ്ടെങ്കിലോ ചിലപ്പോൾ മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ പ്രശ്നത്തിൽ, ബിസിനസിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലോടുകൂടിയാണ് പോകുന്നത്. അതും നമ്മുടെ ലിവറിന് തകരാറുണ്ടാക്കാൻ സാധിക്കും. പൊതുവെ സ്ട്രെസ്സിനെ സംബന്ധിച്ച് പറയാ, പാദം മുതൽ ശിരസ് വരെ തളർത്തിക്കിടത്താൻ പര്യാപ്തമാണ് സ്ട്രെസ് എന്ന. അപ്പൊ അധിക മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നു, നാം ഏത് പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു പനിയാണെങ്കിൽ പോലും കൂട്ടത്തിൽ നമ്മുടെ ഫൈസ്ട്രെസ്സും ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് നാം ഇതിനോട് കൂട്ടി പറയുന്നു. മറ്റൊന്ന് എന്താ, ഇംപ്രോപ്പറായ ഡൈജഷൻ ആണ്, അഥവാ തെറ്റായ ദഹനം. കൃത്യമായ ദഹനം കണ്ടീഷൻ അല്ലെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ ലിവറിനുള്ള പ്രശ്നങ്ങൾ വരുന്നതിന്റെ ഒന്നാണ് കൃത്യമായ ദഹനം നടക്കുന്നില്ലെങ്കിൽ, ഡൈജഷൻ നടക്കുന്നില്ലെങ്കിൽ അത് ലിവറിനെ ബാധിക്കും, ലിവറിനെ ബാധിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ലിവർ പെട്ടെന്ന് കേടുവരുന്ന ഒന്നാണ് പുകവലിയും മദ്യപാനവും. അത് വിശദീകരിക്കേണ്ട ഒരു കാര്യവും ഇല്ല, അത് എല്ലാവർക്കും നന്നായി മനസ്സിലാകുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ കരളിന് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്, എന്ത് കാര്യങ്ങളാണ് നമ്മൾ ലിവറിന് പ്രശ്നം വന്ന നമുക്കുള്ള മാറ്റങ്ങൾ. അപ്പൊ ലിവറിന് തകരാറുണ്ടാകുന്ന കാര്യങ്ങൾ മലിനമായ ജലമാണ്, ഫാസ്റ്റ് ഫുഡാണ്, മാനസിക സമ്മർദ്ദങ്ങളാണ്, തെറ്റായ ദഹന രീതിയാണ്, മദ്യപാനമാണ്, പുകവലിയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ലിവറിന് പ്രശ്നങ്ങൾ ബാധിക്കും. എന്നാൽ പ്രശ്നങ്ങൾ ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ കാരണങ്ങളൊക്കെ ബാധിക്കുമെങ്കിൽ, അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാം? ശ്രദ്ധിച്ചുകൊള്ള. ഒന്നാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓക്കാനവും ഛർദിയും മനം പരട്ടല് അസ്വസ്ഥതകളൊക്കെ നിറയാൻ തുടങ്ങിയാൽ മനസ്സിലാക്കാം ലിവറിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് വിശപ്പില്ല, തീരെ വിശപ്പില്ല, ഒരു ഭക്ഷണമൊന്നും ആവശ്യമില്ല, ഒന്നിനോട് താല്പര്യമില്ലെങ്കിൽ ലിവറിന് എവിടേക്കോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മറ്റൊന്നാണ് നമ്മളെ സ്റ്റൂൾ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മലത്തിന് മാറ്റം വരിക, മലത്തിന്റെ നിറം മാറുക, മലം ഒരു വേണ്ടതുപോലെ അല്ലാത്ത രൂപത്തിൽ മലത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരിക എന്നതും ലിവറിനുള്ള ചില പ്രശ്നങ്ങളാണ്. അതുപോലെ നാം സാധാരണ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, സ്കിൻ പ്രോബ്ലം, ചൊറിച്ചിൽ. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ശരീരം അവിടെ ഇവിടെയൊക്കെ ചൊറിയാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഈ ചൊറിച്ചിലിന് അത് ലിവറിന് ചില തകരാറ് വന്നതുകൊണ്ടാണെന്നാ പഠനം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ ചൊറിച്ചിലിന് ഒരു കാരണം നമ്മുടെ ലിവറിന് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നേരത്തെ മറ്റൊന്നാണ് മൂത്രത്തിനുള്ള മാറ്റങ്ങൾ വരും, നമ്മുടെ യൂറിൻ ചേഞ്ചസ്, അമിതമായ കളർ ചേഞ്ചുകളോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ലിവറിന്റെ കാരണമാണ്. പിന്നെ വയറുവേദന, ഈ ഭയങ്കര ശക്തമായ വയറുവേദന, അതല്ലേ ഇടക്കിടക്ക് വരുന്ന വയറുവേദന, ഇതും ലിവറിന്റെ പ്രശ്നം. അതുപോലെ വയറ് വീർത്ത് വരിക, വയറ് വീർത്ത് ഇങ്ങനെ വരുന്നതും ഇങ്ങനെ വന്നാൽ ഉണ്ടാകുന്നത് പൊതുവെ ഒരു ലാക്ക് ഓഫ് എനർജി, തീരെ ഒരു എനർജി ഇല്ലാത്ത, എനർജിയുടെ കുറവ്, ഒരു മന്ദത വരിക. ഇതൊക്കെയാണ് സാധാരണ നിലക്ക് കരളിന്, ലിവറിന് പ്രശ്നങ്ങൾ വന്നാലുള്ള ലക്ഷണങ്ങൾ. അതൊക്കെ ലിവറിന്റെ വന്നതാ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെന്താവും? അത് പിന്നെ അലസത വന്നു, ലിവറിന് പിന്നെ വീക്കം വന്നു, അതുപോലെ മഞ്ഞപ്പിത്തം വരും, ഇങ്ങനെ തുടങ്ങി ചെറിയ തകരാറുകൾ സംഭവിക്കാൻ പോകും. നേരത്തെ സംഭവിച്ചാലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഒന്ന് ഫാറ്റി ലിവറാണ്, കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ലിവർ വലുതായി വരവാണ്. പിന്നെ ആ ലിവറിന് വീക്കം വരിക, ഇൻഫ്ലമേഷൻ വരിക, നീർക്കെട്ട് വരിക, പിന്നെ അതിന് മഞ്ഞപ്പിത്തം വരും. അങ്ങനെ തുടങ്ങിയിട്ട് അത് ഇപ്പൊ നമ്മൾ സിറോസിസ് ഓഫ് ലിവർ എന്ന് പറയല്ലേ, സിറോസിസ് ആണ്. എന്താ സിറോസിസ്? അത് കരള് വീങ്ങലാണ്, കരളിന് വീക്കം വരിക. ഇങ്ങനെയൊക്കെയുള്ള തകരാറുകൾ നമുക്ക് സംഭവിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക?
അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്ന നിലക്കാണ് സാധാരണ നമ്മുടെ കയ്യിലുള്ള ലിവഗെയിൻ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം. ഈ ലിവഗെയിൻ എന്നത് നല്ല തരത്തിലുള്ള ദഹനവും വിശപ്പും മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കരളിന്റെ ഒരുപാട് ഗുണങ്ങൾ കരളിന് ഉള്ള, അതിലും പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഹെർബലുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാ ചേരുവകളും നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. കറ്റമരി, ചിക്കരി, അതുപോലെ കയ്യോന്നി, കാട്ടുരോഹിണി, കിഴാർനെല്ലി, കടുക്ക, തഴുതാമ, നിലവേപ്പ് തുടങ്ങിയിട്ട് കണിക്കൊന്ന എന്ന് തുടങ്ങി മണിത്തക്കാളി വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം ലിവറിന് സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? പൊതുവെ ഗ്യാസ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, നമുക്ക് എപ്പോഴും ഒരു ചോദ്യം വേണ്ടത്, ഇപ്പൊ ഉദാഹരണം ലിവഗെയിൻ ആണെങ്കിൽ നാം പഠിക്കേണ്ടത് വോണ്ട് ടു റെക്കമെൻഡ്, ആർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എപ്പോഴും ഏത് ഉൽപ്പന്നത്തെ സംബന്ധിച്ചു മനസ്സിലാക്കും. അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ലാത്തത് ആർക്കാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ ലിവഗെയിൻ എന്ന് പറയുന്ന ഉൽപ്പന്നം കൊടുക്കേണ്ടത് ഗ്യാസ് പ്രോബ്ലം ഉള്ള ആളുകൾക്ക്, അതുപോലെ ദഹനക്കേട്, നേരത്തെ പറഞ്ഞ ഡൈജഷൻ കൃത്യമല്ലാത്ത ആളുകൾക്ക് കൊടുക്കാം. അതുപോലെ തികട്ടുക എന്ന് പറയുന്നത് തേട്ടിങ്ങനെ വരിക, ഭക്ഷണം കഴിച്ചാൽ ഒരു പൊളിച്ചു തികട്ടൽ എന്നൊക്കെ നമ്മൾ സാധാരണ ലോക്കൽ ഭാഷയിൽ പറയും, അവർക്ക് കൊടുക്കാം. അതുപോലെ ഏത് സമയം തളർച്ചയും ക്ഷീണവും, ചില ആളുകൾക്ക് തളർച്ചയും ക്ഷീണമൊക്കെ വരികയാണ് ഭയങ്കരമായിട്ടാണ്, അതിന് അങ്ങനെയുള്ള ആളുകൾക്ക് ലിവഗെയിൻ കൊടുക്കാം. ക്ഷീണം ഉണ്ടോ? എന്നാൽ നിങ്ങൾ ക്ഷീണം ഉണ്ടെങ്കിൽ കവചപ്രാശം കഴിച്ചോളൂ. കവചപ്രാശം കഴിക്കാൻ പറ്റൂല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു ലിവഗെയിൻ കുടിച്ചാൽ തന്നെ, ലിവഗെയിൻ സ്ഥിരമായി ഉപയോഗിച്ചാൽ തന്നെ ആ വലിയ തരത്തിലുള്ള ക്ഷീണവും മന്ദതയും തളർച്ചയും ഒക്കെ പോകും. അതുപോലെ വയറിങ്ങനെ വീർത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, വിശപ്പില്ല എന്ന് പറയുന്നവർക്ക്, ഒരു വിശപ്പില്ല, ഒന്നിനും പറ്റില്ല, ഒന്നും കഴിക്കാൻ ഭക്ഷണം ഒന്നും വേണ്ട, വിശപ്പേ ഇല്ല, രാവിലെ എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കും, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾക്കും, വിശപ്പ് കമ്മിയുള്ള ആളുകൾക്കും ഇത് നാം നിർദ്ദേശിക്കാം എന്ന് മനസ്സിലാക്കുക. പിന്നെ വല്ലാത്ത തരത്തിൽ ആർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്താണ്? പിന്നെ വയറിന് വളരെയധികം അൾസർ ബാധിച്ച് വയറിന് വലിയ തകരാറുകളുണ്ട് എന്നൊക്കെയുള്ള വലിയ രോഗികളെത്തിയ ആളുകൾക്ക് രോഗത്തിനുള്ള ഒരു രോഗം മാറ്റിയെടുക്കാനുള്ള ഒരു മരുന്നാണ് എന്ന് ആരും കരുതേണ്ടതില്ല. അങ്ങനെയുള്ളതല്ല എന്ന് നാം തിരിച്ചറിയുക. ഇതൊക്കെയാണ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ഹാർട്ടിനെ കുറിച്ചും ലിവറിനെ കുറിച്ചും ഒക്കെ മനസ്സിലാകേണ്ടത്. ഒരു അർത്ഥത്തിൽ ലിവറും അതുപോലെ ഹാർട്ടും ഇതൊക്കെ പ്രവർത്തനം കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഒന്നിനോട് എപ്പോഴും റിലേറ്റഡ് ആണ്. ഒരു അവയവവും നമുക്ക് വെറുതെ അല്ല, എല്ലാത്തിനെയും സംരക്ഷിച്ച്, ഏതുപോലെ നമ്മുടെ സ്കിൻ പ്രോബ്ലം വരെ സംഭവിച്ചേക്കാം ലിവറിനും ഹാർട്ടിനും ഒക്കെ കുഴപ്പമുണ്ടെങ്കിൽ, ദഹനം കൃത്യമായി നടന്നില്ല എങ്കിൽ നമ്മുടെ സ്കിൻ ചൊറിച്ചിൽ വന്നേക്കാം. എന്നാൽ ലിവറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ലിവർ ചെയ്യുന്ന ധർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതുകൊണ്ട് സാധാരണ ഉപയോഗിക്കുന്ന വില കൂടുതൽ അല്ലെങ്കിൽ മറ്റ് ആക്ഷേപങ്ങളൊന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ലിവറും ഹൃദയങ്ങളും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഒരു തോത് നാം വെച്ച് നോക്കുമ്പോൾ, അതുപോലെ നമ്മുടെ മൂല്യമുള്ള ഈ പ്രൊഡക്റ്റുകളുടെ അതിൽ ചേർന്നിട്ടുള്ള ഹെർബലിന്റെ മൂല്യം നാം നോക്കുമ്പോൾ ഒന്നിനും വലിയ വിലയില്ല എന്ന് മാത്രമല്ല, വളരെ തുച്ഛമായ വിലയാണ് എന്ന് നാം തിരിച്ചറിയുക. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റേഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അത് വളരെ നന്നായിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടിലും നാം സമീപിക്കുന്നവർക്കും ഒക്കെ അത് ആരോഗ്യപരമായി നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ലീഡർമാരായ വാപ്പുത്തങ്ങളും അതുപോലെ എനിക്ക് ഈ അവസരം നൽകിയ ഹമീദ് ഉസ്താദ്, ഉമ്മർ ഉസ്താദ് എന്നെ ഇതിലേക്ക് കൈപ്പിടിച്ചുയർത്തി എനിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകിയ ഒരുപാട് ലീഡേഴ്സ്, മറക്കാൻ പറ്റാത്ത ഒരുപാട് സൗഹൃദങ്ങളൊക്കെ നൽകിയ ഈ ഒരു MI ലൈഫിനോട് കടമയും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ അതുപോലെ MC ചെയ്യേണ്ടുന്ന അസീസ് സാറ് ഇന്നലെ വിളിച്ചിരുന്നു. അദ്ദേഹം ഞാനായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ നല്ല ഒരു വ്യക്തിത്വമാണ് ഈ അസീസ് സാറിനും. പ്രത്യേകം പിന്നെ MC-യുടെ സമയത്ത് എന്തോ മിസ്റ്റേക്ക് കാരണം വരാൻ പറ്റിയില്ല. അവസരം തന്ന ഹമീദ് ഉസ്താദിന് ഒരിക്കൽ കൂടി നന്ദി
ത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. ഓക്കെ സാറേ, ഇന്നിപ്പോ എന്താ പറയാ, ഫസൽ തങ്ങൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള 2 അവയവങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് തുടക്കം തൊട്ട് ഞാൻ തുടക്കത്തിൽ MC ചെറിയൊരു പ്രശ്നം വന്നു, എന്താ ഒരു നെറ്റിന്റെ ഇഷ്യൂസ് കൊണ്ട് കട്ടായി പോയതാണ്. ഏതായാലും രാവിലെ പിന്നെ ഞാൻ പ്രഭാതഗീതം വരെയൊക്കെ ഇതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെറിയ പ്രശ്നം കൊണ്ട് പുറത്തായി പോയി. ഏതായാലും ഫസൽ തങ്ങൾ പിന്നെ ഞാൻ ഇന്നലെ വിളിച്ച് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഫസൽ തങ്ങൾ ഒരു നല്ലൊരു ക്യാരക്ടർ, അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് ഈ ഒരു പ്രസന്റേഷൻ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഫുള്ള് അത് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഒരുപാട് ആളുകൾ ആൻഡ്രൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെ ക്ഷണിക്കാം. സാറേ, ആദ്യം തന്നെ ഡി ടീം മാനു സാർ ആൻഡ്രൈസ് ചെയ്തോളൂ. അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്, നമസ്കാരം. പിന്നെ എനിക്ക് സംശയമല്ല, എനിക്ക് ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു പ്രൊഡക്റ്റാണ് ലിവാഗൈൻ. കാരണം എന്ന് മുതൽക്ക് നമ്മുടെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തു അന്ന് മുതൽക്ക് എനിക്ക് വയറിന് ശരിക്കും കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ വരെ ഒരു വേദന ഉണ്ടായിരുന്നു മുമ്പ്. അത് പൂർണ്ണമായിട്ട് മാറാൻ ഈ ഒരു ഉൽപ്പന്നമാണ് എന്നെ സഹായിച്ചത്. പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലിവാഗൈന് ലിക്വിഡും പിന്നെ ടാബ്ലറ്റും ഒരേ ഗുണം ചെയ്യുമോ, അതോ ലിക്വിഡിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ടാബ്ലറ്റിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അത് എനിക്ക് അറിയണമെന്നുണ്ട്. കാരണം ഞാനിപ്പോ ഉള്ളത് UAE-യിലാണ്. UAE-യിൽ ഞാൻ പോന്നപ്പോ ഏറ്റവും കൂടുതൽ പിന്നെ വർത്താനത്തിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. അത് കൊണ്ടു നടക്കാനും ഇപ്പൊ നിങ്ങൾ ഗൾഫിലൊക്കെ ആകുമ്പോൾ കൊണ്ടുവരാനൊക്കെ ക്യാപ്സൂളാണ് സൗകര്യം. എല്ലാത്തിനും ഒരേ ഫലം എന്നാണ്. ഇതിന് ഫലക്കുറവ് എന്നൊന്നും സാധാരണ പറഞ്ഞുകൂടാ. പിന്നെ അതുപോലെ മധുരത്തിന്റെ കണ്ടന്റ് ഒക്കെ ക്യാപ്സൂളിൽ കുറവാണ് എന്നും ഒക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചില ക്യാപ്സൂളും ലിക്വിഡും ഉള്ളത് ഷുഗർ പോലെയുള്ള ആളുകൾക്കൊക്കെ ലിക്വിഡിനേക്കാൾ നല്ലത് ക്യാപ്സൂൾ നിർദ്ദേശിക്കലാണ്. യാത്ര പോകുമ്പോൾ യാത്രാ സൗകര്യത്തിന് കൊണ്ടുപോകാനും ഏറ്റവും നല്ലതും ക്യാപ്സൂളുകളാണ്. പല സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു ചെക്കിങ് വരികയാണെങ്കിൽ തന്നെ അതിൽ നിന്നൊരു ക്യാപ്സൂൾ എടുത്ത് വേണമെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാം. അതേ സ്ഥാനത്ത് ഒരു ബോട്ടിലാണെങ്കിൽ ആ ബോട്ടിൽ മൊത്തം ചെക്ക് ചെയ്യേണ്ട ഒരവസ്ഥ കൊണ്ടുപോകാൻ. അങ്ങനെ ചില സൗകര്യങ്ങൾ മാത്രമാണ് കേവലം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു ചോദ്യോത്തരവേദി അല്ലല്ലോ, ലീഡേഴ്സ് ഒക്കെ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഫസൽത്തങ്ങ ക്ലാസ് നല്ല ഉപകാരപ്രദമായി. ഞാൻ ഇതിലേക്ക് വരാൻ തന്നെ കാരണം, എനിക്ക് ഒരു വയറ്റിക്കാഴ്ച ഉണ്ടായിരുന്നു. ഇത് കാഴ്ച ഒരു അസുഖമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഹോമിയോ പോയി പനിക്ക് മരുന്ന് പോയപ്പോൾ ഡോക്ടർ വെച്ച് വിശപ്പൊക്കെ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു വിശപ്പൊക്കെ നല്ല വിശപ്പാണ്, ചോറിന് പാത്രം കഴുകാൻ വരെ സമയമില്ലാതെ വിശന്ന് പോകുന്നു. എന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ അത് കാഴ്ചയാണ്, അതിന് മരുന്ന് കഴിച്ചാൽ മതി പറഞ്ഞു. 4 മാസം ഞാൻ കഴിച്ചു, എന്നിട്ടും മാറുന്നില്ല. ആ സമയത്ത് ഈ കമ്പനിയുള്ള ആളെ പരിചയപ്പെട്ടു. ലിവാഗൈനും പ്രോബയോട്ടിക്കും കഴിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ വയറ്റിക്കാഴ്ച തീർത്തും മാറിപ്പോയത്. വളരെ ഉപകാരപ്രദമായ പ്രൊഡക്റ്റാണ് ലിവാഗൈൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതുകൂടെ ഒന്ന് പറഞ്ഞു തരണേ.
ഒക്കെ